ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ M82ന്റെ അടുത്ത വീഡിയോ ആണ്. നമ്മൾ സസ്പെൻഷൻ നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഓൾറെഡി ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടായത്, പക്ഷേ അത് പോരാ വണ്ടിക്ക്. കണ്ടോ, ഇത് ഇത്രയും ഇതാണ് വണ്ടി അനങ്ങുമ്പോൾ തന്നെ ടയർ അടച്ചാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യം ചെയ്യാനുണ്ട്. ഒന്ന്, വീലാർച്ച് കട്ട് ചെയ്യാനുണ്ട്. രണ്ട്, ഇതിന്റെ സസ്പെൻഷൻ നമുക്ക് ഒരു ഇത്രയും ഹൈറ്റ് നമുക്ക് ലിഫ്റ്റ് ചെയ്ത് നിർത്തണം, ഫ്രണ്ടും ബാക്കും. അപ്പോൾ എന്നാലാണ് കറക്റ്റ് ആയിട്ട് ആ പ്രോപ്പർ നമുക്കൊരു ക്രൗളറിന്റെ ഒരു സെറ്റപ്പിലോട്ട് വരുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം ഞാൻ സസ്പെൻഷന്റെ ഭാഗം മാത്രം, ഇപ്പം നമ്മുടെ ഈ ആമുകൾ മാത്രം ലിഫ്റ്റ് ചെയ്യുന്ന പോലെ നോക്കിക്കഴിഞ്ഞപ്പം പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഉണ്ടല്ലോ ഇതിന്റെ, ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അലൈൻമെന്റിലായിരിക്കില്ല അപ്പോൾ അതിരിക്കുന്നത്. ഭയങ്കര ആംഗിൾ കൂടുതലായിരിക്കും. അപ്പോൾ അതിങ്ങനെ ഒടിഞ്ഞു നിൽക്കുന്ന ഫീൽ വരും, ഇങ്ങനെ ഭയങ്കരമായിട്ടൊരു ഇങ്ങനത്തെ ഒരു അവസ്ഥ വരും. അപ്പോൾ ഈ യൂണിവേഴ്സൽ ജോയിന്റ് അത് എപ്പോഴും അതായിട്ട് ഒരു കോമ്പാറ്റൻസിലല്ല ഇരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ജെർക്കിങ് ഉണ്ടാവും, ഭയങ്കര സ്ട്രെസ് അതിൽ വരും, അത് ബ്രേക്ക് ആവും പെട്ടെന്ന്, നല്ല വീർ ആൻഡ് ടയറും കൂടും. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിൽ ഞാൻ ഓർത്തു അങ്ങനെയാണ് നമുക്ക് ഷാസിയും ബോഡിയും തമ്മിൽ നമുക്കൊരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാലും, ഒരു സ്പേസർ ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇത് നമുക്ക് അച്ചീവ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത് ഇപ്പോൾ വണ്ടീനെ ഒന്ന് ആ രീതിക്ക് നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു സാധനം റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കത് ഒരു പൈപ്പുണ്ട്, അതിനെ നമുക്ക് ഇതിനെ നമുക്ക് ഇനി ഇതൊരു പേനയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിനെ ഇനി കട്ട് ചെയ്ത് നമുക്ക് സ്പേസ് നമുക്ക് വേണ്ട ലെങ്കിലോട്ട് കട്ട് ചെയ്തെടുക്കാം. 4 കട്ട് ചെയ്തെടുത്ത് നമുക്കിതിനെ സെറ്റ് ചെയ്യാം. പിന്നെ പാക്സബിൾ എടുത്താണ് ഞാൻ കട്ട് ചെയ്യണത്. അപ്പോൾ ഏകദേശം ഒരേ നീളത്തിലുള്ള 4 സ്പേസറുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പതുക്കെ വണ്ടിയിൽ നിന്ന് വെച്ച് നോക്കാം എങ്ങനെയുണ്ട്, ഹൈറ്റും കാര്യങ്ങളൊക്കെ ബാലൻസ് ആവുന്നുണ്ടോന്നേ. ഞാനിവിടെ അങ്ങനെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കാണുന്നില്ല. കറക്റ്റ് ടയർ നിൽക്കാനുള്ള ഗ്യാപ്പും ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒരു ലോങ് ഷോട്ട് വീഡിയോ കാണിക്കാം. ബാക്കി കറക്റ്റ് ആണ് നിൽക്കുന്നത്. നമുക്ക് ഫ്രണ്ട് ഒരല്പം ഒരു 3-4 mm ഹൈറ്റ് കുറച്ചാൽ കറക്റ്റായി കിട്ടും. അപ്പോൾ അതൊന്നും നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പം സ്പേസറിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പം സെറ്റാണ്. വണ്ടി കറക്റ്റ് ആവശ്യത്തിനുള്ള ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓവറോൾ നോക്കാം നമുക്ക്. സ്റ്റാൻസും കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. നമുക്ക് അതൊക്കെ സ്ക്രൂ ഇടാം.
ഓക്കെ, പരിപാടി സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പം വണ്ടി ഫുൾ നല്ല വീഡിയോസ് വിടാം. ഇതിന്റെ ഒരു ഇച്ചിരി ലോങ് ഷോട്ട് ഇതായിട്ട് കാണാൻ പറ്റുന്ന ടയർ ഇപ്പം ഫുള്ളായിട്ട് ടൈം ചെയ്യാൻ പറ്റുന്നുണ്ട്. വേറെ പ്രശ്നമില്ല. ഇപ്പം നമുക്ക് ഇത് കട്ട് ചെയ്യേണ്ടിയും വന്നിട്ടില്ല. ജസ്റ്റ് നമുക്ക് നോക്കാം വണ്ടി നമ്മുടെ ടയറിന് മേളിൽ കയറ്റി വെച്ചിട്ട് എങ്ങനെ ഉണ്ട് ഇപ്പോൾ ഒരു ആർട്ടിക്കുലേഷൻ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, ഒരു സെറ്റ് ടയറിൽ ഓക്കെ ആണ്. സൈഡ് വയ്ക്കാം. ഈ സൈഡ് ഓക്കെ ആണ്. 2 കട്ട വരുമ്പോഴും ഇത്രയും ഇതേ വരുന്നുള്ളൂ. അപ്പം ഇങ്ങനെ വെക്കുമ്പോൾ പോലും കണ്ടോ വണ്ടിയുടെ ബാക്കി 4 ടയറും ബാക്കി 3 ടയറും മുട്ടി തന്നെ നിൽക്കുന്നത് കണ്ടോ. അതുകൊണ്ട് ഫുൾ ടേൺ കിട്ടുന്നുണ്ട്. അപ്പോൾ സെറ്റാണ് സംഭവം. അടിപൊളിയാട്ടോ. ഇപ്പം വണ്ടിയുടെ ആ ഒരു മൊത്തത്തിലെ ക്യാരക്ടർ തന്നെ അങ്ങ് മാറി. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമുണ്ട് ഈ വണ്ടിയുടെ ഇവിടെ ഇത് കണ്ടോ, ഈ മഡ് ഫ്ലാപ്പ് പോലൊരു സംഭവം ഉണ്ടോ. അത് ഞാൻ കുറച്ച് ഇപ്പം തന്നെ ട്രിം ചെയ്ത് കളയും. അത് മാത്രമാണ് എനിക്ക് ഈ വണ്ടിയിലൊരു ഇച്ചിരി ഒരു ഭംഗിക്കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നൊരു സാധനം. ബാക്കിയെല്ലാം ഓക്കെയാണ്. ജസ്റ്റ് നമുക്ക് ആർട്ടിക്കുലേഷൻ്റെ സംഭവം നോക്കാം. ഇപ്പം ബാക്കിൽ ഇവിടെ ഒരെണ്ണം ഇരിക്കട്ടെ. ബാക്കിൽ ഒരെണ്ണം വെച്ച് കൊടുക്കാം ഒരു ടയർ. ഇത് ബ്രഷ്ഡ് മോട്ടർ ആയതുകൊണ്ടാണ് നമുക്ക് ഒട്ടും അങ്ങനെ ഒരു സ്റ്റഡി ആയത് മൂവ്മെന്റ് കിട്ടാത്ത ചെറിയ മോഷനെ കണ്ടോ. അത് നമുക്ക് ത്രോട്ടിൽ അങ്ങനെ കൊടുക്കുമ്പോഴേ സാധനം കയറി വരുന്നുള്ളൂ. കണ്ടോ വണ്ടിയുടെ ഒരു ആർട്ടിക്കുലേഷൻ കണ്ടോ. വണ്ടി ഭയങ്കര കേപ്പബിൾ ആയി. സത്യം പറഞ്ഞാൽ വണ്ടിയെല്ലാം അടിപൊളി ഇതായിട്ടുണ്ട്. ഇപ്പം ഒരു പ്രോപ്പർ ക്രൗളറിന്റെ ഒരു സ്പെക്കിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്കുള്ളത് ഇവനെ കൊണ്ട് നമുക്ക് ഔട്ട്ഡോർ പോകണം. ഇപ്പം രാത്രിയായി. അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോ ഇവനെ കൊണ്ട് നമുക്ക് ഔട്ട്ഡോർ പോയി നമുക്ക് ക്രൗൾ ചെയ്യാം. എങ്ങനെയുണ്ട് ഇവന്റെ മുന്നത്തെയും ഇപ്പോഴത്തെയും ഒരു ഇത് വെച്ചിട്ട് വ്യത്യാസം നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇഷ്ടം പോലെ ക്രൗളറും അല്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഒരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വണ്ടിയെക്കുറിച്ചുള്ള ഇതുണ്ടെങ്കിൽ അത് ചെയ്യുക. ഞാൻ വണ്ടി മേടിച്ച ചാനലിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ചാനലല്ല, പേജിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അവര് ഏറ്റവും നല്ല പ്രൈസിലാണ് ഇപ്പോൾ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വണ്ടികൾ. നല്ല ടീമാണ്. അവർ നല്ല സപ്പോർട്ടും തരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഒരു സെറ്റ് ക്രൗളർ ആയിട്ടുണ്ട് ഇന്നിപ്പോൾ ഇത്രയും പണി പണിതപ്പോൾ. ഓക്കെ.